നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ VFA പരീക്ഷ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഹിസ്റ്ററി ലെവലിൽ ഏറ്റവും കൂടുതൽ PSC യുടെ ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എന്നുള്ളത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം എത്രയാണ്? 1893. ഏത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയതെന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള. ഇത് LGS ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയെന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനാണ്. ഗാന്ധിജിയെ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ട്രെയിനിൽ നിന്നും പുറത്താക്കിയ റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ട്രെയിനിൽ നിന്നും പുറത്താക്കിയ റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്ന് ചോദിച്ചാൽ അത് പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇവിടെ നിന്ന് PSC മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി എങ്ങോട്ടാണ് യാത്ര ചെയ്തതെന്ന് ഓർക്കുക. ഗാന്ധിജി യാത്ര ചെയ്തത് ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പ്രിട്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്തത് കേട്ടോ. ഓർക്കുക, ഗാന്ധിജി എവിടെ നിന്ന് എവിടേക്കാ പോയത്? ഡർബനിൽ നിന്നും പ്രിട്ടോറിയ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന മധ്യയില് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കൂട്ടം ബ്രിട്ടീഷുകാർ ഗാന്ധി ചുറ്റും കൂടുകയും ഗാന്ധിജിയോട് നിങ്ങൾ ഇന്ത്യക്കാരനായ അവർണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ ആ കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് തള്ളുകയും ചെയ്തു. അദ്ദേഹം ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്? പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അപ്പോഴാണ് ഗാന്ധിജിക്ക് മനസ്സിലായത് ഇന്ത്യക്കാർ എന്തുമാത്രം വർണ്ണവിവേചനം എവിടെ അനുഭവിക്കുന്നുണ്ട്? ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിക്കുന്നുണ്ടെന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പ്രധാനമായിട്ടും വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ തുടങ്ങിയത്. ആ കഥയൊക്കെ നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഇപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് എത്രയാ? 1919 മുതൽ 1947 വരെയാണ്. എന്നാൽ ഇവിടെ നിന്ന് PSC മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവ് ഏതാണ്? ഉത്തരം 1869 മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ്. ഓർത്തോളണം, പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് എത്രയാ? 1919 മുതൽ 1947 വരെയാണ്. എന്നാൽ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1869 മുതൽ 1921 വരെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി മാസം 9-ാം തീയതിയാണ്. ശ്രദ്ധിക്കുക, ഈ ജനുവരി 9-നെയാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ ജനുവരി 9-ന് നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു. എന്നു മുതലാണ് നമ്മൾ ഇങ്ങനെ ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഓർക്കണം, 2003 മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. ഓർത്തോളണേ, 2003 മുതലാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് എന്ന് ആചരിച്ചു തുടങ്ങിയത്. ജനുവരി 9-നെ ആചരിക്കുവാൻ തുടങ്ങിയത്. അതിനുള്ള കാരണം എന്താ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമാണ് 1915 ജനുവരി 9. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ജനുവരി 9-നെ ആചരിക്കുവാൻ തുടങ്ങിയത്. ഇനി ഇവിടെ നിന്ന് മറ്റൊരു പോയിന്റ്, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് PSC ചോദിച്ചത് കണ്ടതാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഇന്ത്യയിലെ ഏത് തുറമുഖത്താണ് ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുക, മുംബൈ തുറമുഖത്തായിരുന്നു കേട്ടോ. അത് ഒരിക്കൽ ചോദിച്ച് കണ്ടിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിൽ ഇന്ത്യയിലെ ഏത് തുറമുഖത്താണ് അദ്ദേഹം കപ്പൽ ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ തുറമുഖത്തിലാണ് കപ്പൽ ഇറങ്ങിയത്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഹിന്ദു മഹാസഭ. എന്താണ് ഹിന്ദു മഹാസഭ എന്നുള്ളത്? ഈ ഹിന്ദു മഹാസഭ നമ്മൾ
പഠിച്ചു വെച്ചേക്കണം. കാരണം ഇത് തൊട്ടാണ് ഗാന്ധിയൻ ഇറ ആരംഭിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹിന്ദു മഹാസഭയുടെ രൂപീകരണത്തിന്റെ കാരണം തൊട്ട് നമുക്ക് തുടങ്ങാം. ഈ ഹിന്ദു മഹാസഭ രൂപീകരിക്കാനുള്ള പ്രധാന കാരണം കിടക്കുന്നത് 1905 നടന്ന ഇന്ത്യയിലെ ഒരു പ്രധാന സംഭവമാണ്. എന്തായിരുന്നു ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതാണ് ബംഗാൾ വിഭജനം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ ബംഗാൾ വിഭജനം എന്ന വർഷം എത്രയാ? 1905. ഇനി ആരാ ഈ ബംഗാൾ വിഭജനം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? കഴ്സൺ പ്രഭു ആണ് അല്ലെ. ബംഗാൾ വിഭജനം നടത്തിയ വ്യക്തി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഇത് പഠിക്കേണ്ട കോഡ് എങ്ങനെയാണ്? ബംഗാൾ വിഭജിക്കുവാൻ കാരണം കഴിവില്ലാത്തവനാണ്. കഴിവ് കഴ്സൺ അങ്ങനെ പഠിച്ചു വെച്ചോളാം കേട്ടോ. അപ്പോ 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. കഴിവില്ലാത്തവൻ എന്ത് ചെയ്തു? വിഭജിച്ചു വെച്ചു. അപ്പോ കഴ്സൺ പ്രഭു ആണ്. അപ്പോ കഴ്സൺ പ്രഭു എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള ബംഗാളിനെ പടിഞ്ഞാറൻ ബംഗാള് എന്നും അതുപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗാളിനെ കിഴക്കൻ ബംഗാള് എന്നും രണ്ടായിട്ട് വിഭജിച്ചങ്ങ് വെച്ചു. ഇത് വിഭജിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നത് തന്നെയായിരുന്നു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനമാണ് അവിടെ നടന്നത്. എന്നാൽ അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 1906 നമ്മുടെ ധാക്ക കേന്ദ്രമാക്കി, ഏതാണ് ധാക്ക കേന്ദ്രമാക്കി, ധാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബംഗ്ലാദേശ് രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ധാക്ക കേന്ദ്രമാക്കിയിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നു. ഓർക്കുക, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ആരംഭിച്ച വർഷം 1906 ഇത് എവിടെയാ ആരംഭിച്ചത്? ധാക്കയിലാണ്. ധാക്ക എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ മുസ്ലിം ലീഗിനെ മറ്റൊരു രീതിയിലാണ് ഇന്ത്യയിലുള്ള ഹൈന്ദവരായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തിയുടെ മേൽ പറഞ്ഞു പരത്തിയത്. അവർ പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ത്? മുസ്ലിം ലീഗ് എന്ന്. അങ്ങനെയാണ് ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഹിന്ദു മഹാസഭ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈന്ദവ രാഷ്ട്രീയ സംഘടന ഹിന്ദു മഹാസഭ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈന്ദവ രാഷ്ട്രീയ സംഘടന എന്നറിയപ്പെടുന്നത് ഹിന്ദു മഹാസഭയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഓൾ ഇന്ത്യ ഹിന്ദു സമ്മേളനം നടന്ന വർഷം 1910. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സമ്മേളനം നടന്നതെന്ന്? ഇന്ത്യയിൽ ആദ്യമായി ഓൾ ഇന്ത്യ ഹിന്ദു സമ്മേളനം നടന്ന വർഷം 1910. ഹിന്ദു മഹാസഭ രൂപം കൊണ്ട വർഷം 1915. ഹിന്ദു മഹാസഭ രൂപം കൊണ്ട വർഷം 1915. ഹിന്ദു മഹാസഭ രൂപം കൊണ്ടത് അമൃതസറിലാണ് കേട്ടോ. ഹിന്ദു മഹാസഭ രൂപം കൊണ്ടത് എവിടെയാണ്? അമൃതസറിലാണ്. എന്നാൽ ഹിന്ദു മഹാസഭയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിദ്വാർ ആണ്. അതുകൂടെ ഓർത്ത് വെച്ചോളണം. ഹിന്ദു മഹാസഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു ചോദിച്ചാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിദ്വാറിലാണ്. ഹിന്ദു മഹാസഭയ്ക്ക് രൂപം നൽകിയ നേതാക്കളാണ് മദൻ മോഹൻ മാളവ്യയും ലാലാ ലജ്പത് റായിയും. ഹിന്ദു മഹാസഭയ്ക്ക് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാ? മദൻ മോഹൻ മാളവ്യയും ലാലാ ലജ്പത് റായിയുമാണ്. ഹിന്ദു മഹാസഭയുടെ ആദ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മഹാരാജ മനീന്ദ്ര ചന്ദ്ര നന്ദിയാണ്. ഹിന്ദു മഹാസഭയ്ക്ക് ആദ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാണ്? മഹാരാജ മനീന്ദ്ര ചന്ദ്ര നന്ദിയാണ്. ഈ മഹാരാജ മനീന്ദ്ര ചന്ദ്ര നന്ദിയെ പറ്റി നിങ്ങൾ ആരും കേട്ട് കാണത്തില്ല. അദ്ദേഹം ഒരു രാജാവൊന്നുമല്ലായിരുന്നു. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് കോസിം ബസാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഓർക്കുക. ബംഗാളിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കോസിം ബസാർ. അപ്പൊ ഈ കോസിം ബസാറിന്റെ പ്രവർത്തനം സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ ഒരാളെ ഏർപ്പാടാക്കണ്ടേ? അങ്ങനെ ആ കോസിം ബസാറിന്റെ പ്രവർത്തനം മുഴുവനും കൺട്രോൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ മഹാരാജ മനീന്ദ്ര ചന്ദ്ര നന്ദി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെയാണ് ഹിന്ദു മഹാസഭയുടെ ആദ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇനി ഹിന്ദു മഹാസഭ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഹിന്ദുക്കളുടെ പുരോഗതി ഉറപ്പുവരുത്തുക. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുമുള്ള ഹിന്ദുക്കളുടെ പുരോഗതി ഉറപ്പുവരുത്തുക. ഹിന്ദുക്കളെ രാഷ്ട്രീയപരമായി ഏകോപിപ്പിക്കുക. ഹിന്ദുക്കളെ രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുക? ഏകോപിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദുക്കളെ മതം മാറ്റുക. ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദുക്കളെ എന്ത് ചെയ്യുക? മതം മാറ്റുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഹിന്ദു മഹാസഭ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിൻപും ഈ സത്യത്തിൽ ഈ ഹിന്ദു മഹാസഭയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റിയില്ല കേട്ടോ. അതും ഒരു പ്രധാന
പ്രധാനപ്പെട്ട കാരണമാണ് കേട്ടോ. അപ്പൊ ഹിന്ദു മഹാസഭയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമോ ഇന്ത്യയിൽ വലുതായിട്ടൊരു മാറ്റം അല്ലെങ്കിൽ ഒരു സ്വാധീനം ചെലുത്താനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആ ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട എയിം ഞാൻ ഒന്നുകൂടെ പറയാം. എങ്ങാനും ഡിഗ്രി ലെവലിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ ആണ്. ഒന്നെന്താണ്? വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ ഹിന്ദുക്കളുടെ പുരോഗതി ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഹിന്ദുക്കളെ രാഷ്ട്രീയപരമായി ഏകോപിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഇസ്ലാം മതം സ്വീകരിച്ച ഹിന്ദുക്കളെ തിരിച്ചു വീണ്ടും ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത്രയുമായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും സംസാരിച്ചെങ്കിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഗാന്ധിജിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഗാന്ധിജിയെ പറ്റി പറയാം. 1915 നമ്മുടെ ഗാന്ധിജി എവിടെ എത്തുന്നു? ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണാൻ പോയി. ആരെയായിരിക്കും അദ്ദേഹം കാണാൻ പോയത്? വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കാണാൻ പോയത്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവാണ് കേട്ടോ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലെയെ കാണാൻ ഗാന്ധിജി ചെല്ലുന്നു. അപ്പോ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയോട് പറയുന്നു, ഗാന്ധിജി, താങ്കൾ ഇവിടെ നിന്ന് പോയപ്പോഴുള്ള ഇന്ത്യ അല്ല ഇപ്പോഴ്. ഇന്ത്യക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം താങ്കൾ ചെയ്യുവാനുള്ളത് ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റി ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികൾ എങ്ങനെയാണെന്ന് പഠിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഗാന്ധിജി നീണ്ട 1 വർഷക്കാലം ഇന്ത്യ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. അപ്പോ 1915 ഇന്ത്യയിലെത്തിയ ഗാന്ധിജി നേരെ പോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ എന്താ പറഞ്ഞത്? ഗാന്ധിജി, നിങ്ങൾ പോയ സമയത്തുള്ള ഇന്ത്യ അല്ല ഇപ്പോഴ്. ഇന്ത്യക്ക് ഒരുപാട് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി 1 വർഷക്കാലം നിങ്ങൾ ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങി ഇരിക്കുന്ന സമയത്ത്, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അല്പം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്ന് ഇന്ത്യക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടൽ അല്ലെങ്കിൽ ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആരംഭ സമ്മേളനത്തിലേക്ക് ആരെ വിളിക്കുകയാണ്? ഗാന്ധിജിയെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയാണ്. ഇനി നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കഥയിലോട്ട് വരാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1916. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1916. +2 ലെവൽ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻ. ഇനി 10ാം തരം പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കണം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1916 ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തി മദൻ മോഹൻ മാളവ്യ. അപ്പോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. പുള്ളി തന്നെയാണ് ഹിന്ദു മഹാസഭയും ആരംഭിച്ചത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വേളയിൽ ഇന്ത്യൻ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് പ്രഭുവാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന വേളയിൽ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ചിങ് പ്രഭുവായിരുന്നു. ഇവിടെ നിന്ന് +2 ലെവൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിട്ട വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അതും ഹാർഡിഞ്ചിങ് പ്രഭു തന്നെയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ഹാർഡിഞ്ചിങ് പ്രഭു തന്നെയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കായി 1300 ഏക്കർ സ്ഥലം ദാനം ചെയ്ത രാജാവ് കാശി രാജാവായ നരേഷ് പ്രഭു നാരായൺ സിംഗ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കായിട്ട് 1300 ഏക്കർ സ്ഥലം ദാനം ചെയ്ത രാജാവ് ആരാണ്? കാശി രാജാവായ നരേഷ് പ്രഭു നാരായൺ സിംഗ് ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ലയിച്ച ആദ്യത്തെ സ്കൂൾ സെൻട്രൽ ഹിന്ദു സ്കൂൾ ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ലയിച്ച ആദ്യത്തെ സ്കൂൾ ഏതാണ്? സെൻട്രൽ ഹിന്ദു സ്കൂൾ ആണ്. ഇവിടെ നിന്ന് +2 ലെവൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഉത്തരം ആനി ബെസന്റ് ആണ് കേട്ടോ. സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ച വ്യക്തി അല്ലെങ്കിൽ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആനി ബെസന്റ് ആണ്. ഈ ആനി ബെസന്റ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സെൻട്രൽ ഹിന്ദു സ്കൂളിനെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുമായിട്ട് അങ്ങ് ലയിപ്പിച്ചു. ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സമ്മേളന ചടങ്ങിൽ ഈ ആനി ബെസന്റും ഉണ്ടായിരുന്നു കേട്ടോ. ആനി ബെസന്റ് ഒക്കെ അന്ന് അവിടെ പ്രസന്റ് ആയിരുന്നു. കൂടെ ആരും ഉണ്ടായിരുന്നു? ഗാന്ധിജിയും ഉണ്ടായിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ സുന്ദർലാൽ ആണ്. സർ സുന്ദർലാൽ ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയ വ്യക്തി ആരാ?
സുന്ദർലാലാണ്. 1919 മുതൽ 1938 വരെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ച വ്യക്തി മദൻ മോഹൻ മാളവ്യ. 1919 മുതൽ 1938 വരെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ച വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും ആകർഷകമായ പരിപാടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടന ചടങ്ങിനെ ഏറ്റവും ആകർഷകപരമായ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരാ? അത് ഗാന്ധിജിയാണ്. ഓർക്കണം. അങ്ങനെ ഗാന്ധിജിനെ എവിടെ ക്ഷണിക്കുന്നു? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ക്ഷണിക്കുന്നു. ഗാന്ധിജി വന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. നമ്മുടെ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോ നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള വ്യക്തികൾ ഇരിക്കുന്നു. അദ്ദേഹം വീണ്ടും ശ്രദ്ധിക്കുന്നു, അവിടെ സാധാരണക്കാരുണ്ടോ? ഇല്ല. കർഷകരുണ്ടോ? ഇല്ല. എല്ലാവരും കോട്ടും സൂട്ടും ഇട്ട ധനികര് മാത്രമേ ഉള്ളൂ. അപ്പോ ഗാന്ധിജി അത് വളരെയധികം വിഷമിപ്പിച്ചു. ഗാന്ധിജി എന്നാലും അത് പുറത്തു കാണിക്കാതെ ആദ്യം അദ്ദേഹം പറഞ്ഞു, എന്താണ്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ആകർഷക പരിപാടിയാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ 3 പോയിന്റും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആ 3 പോയിന്റ് നമ്മൾ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഇങ്ങനെയാണ് ആ പോയിന്റുകൾ പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശികർക്കായി ചേർത്ത് വെക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല. ഫസ്റ്റ് ഗാന്ധിജി പറഞ്ഞ പോയിന്റ് എന്താണ്? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശികർക്കായി ചേർത്ത് വെക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല. ഗാന്ധിജി പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ആണ്, കർഷകരിൽ നിന്നും അവരുടെ കഠിനാധ്വാനത്തിന്റെ ഗുണഫലത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ കൈക്കലാക്കുകയോ കൈക്കലാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ സ്വയം ഭരണത്തിന്റെ വീര്യം ഉണ്ടാവുകയില്ല. ഗാന്ധിജിയുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കർഷകരിൽ നിന്നും അവരുടെ കഠിനാധ്വാനത്തിന്റെ ഗുണഫലത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ കൈക്കലാക്കുകയോ കൈക്കലാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നമ്മളിൽ സ്വയം ഭരണത്തിന്റെ വീര്യം ഉണ്ടാകുകയില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞു, അതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ പോയിന്റ്. ശ്രദ്ധിക്കുക, നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അഭിഭാഷകരോ ഡോക്ടർമാരോ സമ്പന്നരായ ഭൂ ഉടമകളോ അത് നേടിത്തരുവാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം മൂന്നാമതായി പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അഭിഭാഷകരോ ഡോക്ടർമാരോ സമ്പന്ന ഭൂ ഉടമകളോ അത് നേടിത്തരാൻ പോകുന്നില്ല എന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ഈ മൂന്നാമത്തെ പോയിന്റ് ഉറപ്പായിട്ടും നമുക്ക് LGS പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ 3 പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഗാന്ധിജിയെ കാണാനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം ആരാണെന്നാണ് നമുക്കിനി നോക്കുവാനുള്ളത്. അപ്പോൾ ഗാന്ധിജി വളരെ തകർപ്പൻ തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ സ്റ്റേജിന്റെ പിന്നിലോട്ട് ഇറങ്ങിയ സമയത്ത് വളരെ ദരിദ്രനായ മുഷിഞ്ഞ വേഷധാരിയായിട്ടുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് വരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ബീഹാറിലെ ചമ്പാരിൽ നിന്ന് വരുന്ന ഒരു നീലം കർഷകനാണ്. എനിക്ക് അങ്ങയോടൽപ്പം സംസാരിക്കുവാനുണ്ട്. ഞങ്ങൾ കർഷകർ വളരെ ദുരിതത്തിലാണ് എന്ന് ഗാന്ധിജിയോട് പറയുന്നു. അപ്പോ ഗാന്ധിജി ചോദിക്കുന്നു, താങ്കൾ ആരാണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്റെ പേരാണ് രാജ്കുമാർ ശുക്ല എന്ന്. നമ്മൾ ഒരുപാട് കേട്ടുള്ള പേരാണ്. ഗാന്ധിജിയെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക സമ്മേളനത്തിൽ ചെന്ന് കണ്ട ബീഹാറിലെ ചമ്പാരൻ മേഖലയിലെ നീലം കർഷകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്കുമാർ ശുക്ലയാണ്. ഇത്രയും വലിച്ചു നീട്ടി പഠിച്ചില്ലെങ്കിലും PS ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗാന്ധിജിയെ നയിച്ച കർഷക നേതാവാരെന്ന് ചോദിക്കും. രാജ്കുമാർ ശുക്ലയാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത്? ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ നയിച്ച കർഷക നേതാവ് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. അപ്പൊ രാജ്കുമാർ ശുക്ല എവിടെ വെച്ചാ ഗാന്ധിജിയെ കണ്ടേന്ന് ചോദിച്ചാല് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക സമ്മേളനത്തിൽ വെച്ച്. ഓക്കെ ആണ്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. അപ്പോ നമുക്കിനി നോക്കുവാനുള്ളതാണ് ചമ്പാരൻ സത്യാഗ്രഹം. LGSന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണ് ചമ്പാരൻ സത്യാഗ്രഹം. നമുക്ക് നോക്കാം. അങ്ങനെ ഗാന്ധിജിയോട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണ സമ്മേളനത്തിൽ
രാജ്കുമാർ ശുക്ല ചെന്ന് വിഷയങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അന്ന് ഗാന്ധിജി പറഞ്ഞു, എനിക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല, പകരം ഞാനൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. 1916 ലക്നൌവിൽ വെച്ചൊരു INC സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തില് ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഞാനൊരു പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിക്കാം എന്ന് ആര് പറയുന്നു? ഗാന്ധിജി പറയുന്നു. അപ്പോ ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1916 ലക്നൗ സമ്മേളനമാണ്. ഓർക്കണം, ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനം എന്ന് ചോദിച്ചാൽ 1916 ലക്നൗ സമ്മേളനമാണ്. ഇനി ഗാന്ധിജി ഡയറക്റ്റ് കയറി അങ്ങ് എന്ത് ചെയ്തില്ല? പ്രമേയം അവതരിപ്പിച്ചില്ല. പകരം ഗാന്ധിജിയെ ഒരു വ്യക്തി സഹായിച്ചു ലക്നൗ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ പേരാണ് ബ്രിജ് ബാബു കിഷോർ. മറക്കരുത്, ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ലക്നൗ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ബ്രിജ് ബാബു കിഷോർ. ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ലക്നൗ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ബ്രിജ് ബാബു കിഷോർ ആണ്. അപ്പോ ബ്രിജ് ബാബു കിഷോർ എന്ത് ചെയ്തു? വന്നിട്ട് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് ചമ്പാരനിലെ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം പറഞ്ഞു. എല്ലാവർക്കും വളരെ വിഷമമായി. എല്ലാവരും ചായ കുടിച്ചു, ബൈ ബൈ പറഞ്ഞു പോയി. അതിനെപ്പറ്റി പിന്നെ മുന്നോട്ട് ഒരു ഡെവലപ്മെന്റും ഉണ്ടായില്ല. അപ്പൊ ഗാന്ധിജിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. താൻ എവിടെ പോണം? ഡയറക്റ്റ് ചമ്പാരനിൽ പോയിട്ട് അവിടെ ചെന്ന് താൻ സമരം ചെയ്യണം, അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് രാജ്യാന്തര ശ്രദ്ധ കിട്ടുള്ളൂ എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ചമ്പാരനിലേക്ക് തിരിക്കുന്നു. ചമ്പാരനിൽ ചെന്ന് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നു. അതിനെ പിൽക്കാലത്ത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. മറക്കരുത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറയുന്നത്. വീണ്ടും പറയുന്നു, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹ സമരമാണ്. ഓർക്കുക, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ആണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഓർക്കണം, ഈ 2 പോയിന്റും LGSന്റെ പ്രിലിംസ് പരീക്ഷകൾക്ക് പ്രതീക്ഷിച്ചോളാം കേട്ടോ. LGSനും അതുപോലെ പ്രിലിംസ് ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ വരുന്നെങ്കിൽ അതിനൊക്കെ ഈ പോയിന്റ് ചോദിക്കും. ഓർക്കണം, നമ്മൾ പറഞ്ഞു ഗാന്ധി ചെല്ലുന്നു, ചമ്പാരൻ സത്യാഗ്രഹം നടത്തുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതിനിടയ്ക്ക് ചില പോയിന്റ്സ് കൂടെ നമ്മൾ ഓർക്കുവാനുണ്ട്. ഗാന്ധി ചെന്നിങ്ങനെ നമ്മുടെ ചമ്പാരനിലെ നീലം കർഷകരോട് സംസാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോ ഈ ചമ്പാരനിലെ നീലം കർഷകർ പറഞ്ഞു, ഗാന്ധിജി, ഞങ്ങൾ ഇവിടെ ആകെ വിഷമത്തിലാണ്. ഞങ്ങളെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിക്കുകയാണ്. ആരെന്ന് പറഞ്ഞു? ബ്രിട്ടീഷുകാര്. എന്നാൽ നീലത്തിന് വലിയ വിലയൊന്നും കിട്ടുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ കൃത്രിമ നീലം ഓൾറെഡി യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളുടെ നീലത്തിനൊന്നും പൈസയില്ല. എന്നാലും ബ്രിട്ടീഷുകാര് ഇങ്ങനെ ഇത് നിർമ്മിക്കാനായിട്ട്, അല്ലെങ്കിൽ നീലം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഞങ്ങളെ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നീലം കൃഷി അങ്ങ് നിർത്തിക്കൂടെ? നിങ്ങൾക്ക് നീലം കൃഷി നിർത്തിയിട്ട് ബാക്കി എന്തെങ്കിലും കൃഷിയിലേക്ക് തിരിഞ്ഞൂടെ? അപ്പോഴാണ് അവിടെയുള്ള കർഷകർ പറഞ്ഞത്, നീലം കൃഷിക്ക് അല്ലെങ്കിൽ നീലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ വളം വലിച്ചെടുക്കുന്ന ഒരു വിളയാണ് ഏത്? നീലം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ മണ്ണിലെ വളം വലിച്ചെടുക്കുന്ന ഒരു വിളയാണ് നീലം. അപ്പൊ ഒരു തവണ നീലം, 2 തവണ 3 തവണ നീലം കൃഷി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമിയിൽ നീലമല്ലാതെ വേറൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഗാന്ധിജിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരടുത്ത് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കർഷകർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു നോക്കി. അവര് പറയുന്നു, ഇവിടെയുള്ള തിങ്കതീയ സമ്പ്രദായം ഉള്ളതിനാൽ നിങ്ങൾ നീലം കൃഷി നടത്തുവാൻ പാടില്ല എന്ന്. ഓർക്കണം, വേറൊന്നുമല്ല. തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഒരു കൃഷിക്കാരന്റെ കൃഷിഭൂമിയുടെ 20ൽ 3 ഭാഗവും എന്ത് ചെയ്തിരിക്കണം? നീലം കൃഷി ചെയ്തിരിക്കണം. ഇതാണ് തിങ്കതീയ സമ്പ്രദായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ എന്താ തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും. ഓർക്കണം, ഒരു കർഷകൻ അവന്റെ കൃഷിഭൂമിയുടെ 20ൽ 3 ഭാഗവും എന്ത് ചെയ്തിരിക്കണം? നീലം കൃഷി ചെയ്തിരിക്കണം. ഇനി തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത് അങ്ങനെയല്ല,
തീൻ കഠിയ എന്നാണ് കേട്ടോ. തീൻ കഠിയ സമ്പ്രദായം എന്നാണ് പറയുന്നത്. തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, കഠിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കേട്ടോ. അതായത് 1 ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ 20 ഘടിയായിരുന്നു കേട്ടോ. അങ്ങനെ 20 ഘടിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കാർഷിക ഭൂമി മൊത്തവും ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ 3 ഭാഗവും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, നീലം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനെയാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ തിങ്കതീയ ഒക്കെ ആയി. അങ്ങനെ ഗാന്ധിജി ചമ്പാരനിലെ ജനങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ചെന്ന് കയറി കൊടുത്തു. ബ്രിട്ടീഷുകാർ ചുമ്മാതിരിക്കുക, അവരെന്ത് ചെയ്തു, ഗാന്ധിജിയെ പിടിച്ച് തുറങ്കല്ലിൽ അടച്ചു കേട്ടോ. അപ്പൊ ഗാന്ധിജിയെ പിടിച്ച് ജയിലിനകത്തിട്ടു. ഗാന്ധിയെ പിടിച്ച് ജയിലിനകത്തിട്ട സമയത്ത് അവിടുത്തെ ജഡ്ജി വന്നിട്ട് ഈ കേസൊക്കെ കേട്ടപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി ഗാന്ധിജി ഒന്നും ചെയ്തില്ല, ഗാന്ധിജി വെറുതെ വന്ന നീലം കർഷകരെ സപ്പോർട്ട് ചെയ്തതേ ഉള്ളെന്ന് മനസ്സിലായി. അങ്ങനെ ഗാന്ധിജിയോട് അവിടുത്തെ ജഡ്ജി പറയുന്നു, ഗാന്ധിജി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ ഞാനിപ്പോ വെറുതെ വിടുവാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു കമ്മീഷനായിട്ട് നിന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിയൻ കമ്മിറ്റിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് അതിനുവേണ്ടി പഠിച്ചത്. അങ്ങനെ പഠിച്ച് ഗാന്ധിജി റിപ്പോർട്ട് നൽകി. അപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞു, അയ്യോ ഇതൊന്നും നടക്കത്തില്ല ഗാന്ധി, നിങ്ങൾ ഈ പറയുന്ന കാര്യമൊന്നും ശരിയായിട്ടുള്ളതൊന്നുമല്ല, ഇത് വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തു, ഒന്നും മിണ്ടിയില്ല. പുള്ളിക്കാരൻ നേരെ ബ്രിട്ടീഷുകാരുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് സത്യാഗ്രഹം കിടക്കുവാൻ തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നോക്കിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു പരിപാടി, ഒരാൾ കുറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ കിടക്കുന്നു, അദ്ദേഹം എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെല്ലാം കൂടെ ഇവിടെയുള്ള നാട്ടുകാരെ എടുത്തിട്ട് അടിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചമ്പാരനിൽ ഒരു കാർഷിക നിയമം കൊണ്ടുവരാമെന്ന്. അങ്ങനെ 1918 ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജിയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ചമ്പാരൻ കാർഷിക നിയമം നിലവിൽ വരുന്നു. അപ്പൊ ചമ്പാരൻ കാർഷിക നിയമം നിലവിൽ വന്ന വർഷം 1918 ആണ്. ചമ്പാരൻ കാർഷിക നിയമം നിലവിൽ വന്ന വർഷം 1918 ആണ്. ചമ്പാരൻ കാർഷിക നിയമപ്രകാരം കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ അനധികൃതമായി പിരിച്ച നികുതിയുടെ 25% കർഷകർക്ക് തിരിച്ചു നൽകണമെന്നും തിങ്കതീയ വ്യവസ്ഥ അവസാനിപ്പിക്കണമെന്നും തീരുമാനമായി. ഇതും ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ കാർഷിക നിയമപ്രകാരം കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ അനധികൃതമായി പിരിച്ച നികുതിയുടെ 25% കർഷകർക്ക് തിരിച്ചു നൽകണം, അതുപോലെ തിങ്കതീയ വ്യവസ്ഥ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു. ആര്? നമ്മുടെ ഈ ചമ്പാരൻ കാർഷിക നിയമം 1918 പറയുകയുണ്ടായി. ഇത്രയുമെങ്കിലും നിങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കണം. ജസ്റ്റ് ഒന്ന് കഥ പോലെ പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലിരിക്കാനായിട്ട് പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന പോയിന്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുവാനുള്ള പ്രധാന കാരണം. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുവാനുള്ള കാരണങ്ങൾ: കൃത്രിമ നീലത്തിന്റെ കണ്ടെത്തൽ വിപണിയിലെ പ്രകൃതിദത്ത നീലത്തിന്റെ വില കുത്തനെ ഇടിയുന്നതിന് കാരണമാവുകയും ഇത് നീലം കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കൃത്രിമ നീലത്തിന്റെ കണ്ടെത്തൽ വിപണിയിലെ പ്രകൃതിദത്ത നീലത്തിന്റെ വില കുത്തനെ ഇടിയുന്നതിന് കാരണമാവുകയും ഇത് നീലം കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. തിങ്കതീയ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കർഷകർക്ക് മറ്റു കൃഷികളിലേക്ക് മാറുവാൻ കഴിയുമായിരുന്നില്ല. തിങ്കതീയ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കർഷകർക്ക് മറ്റു കൃഷികളിലേക്ക് മാറുവാൻ കഴിയുമായിരുന്നില്ല. ദാരിദ്ര്യത്തിലും ബ്രിട്ടീഷുകാർ നിർബന്ധപൂർവം കർഷകരിൽ നിന്നും നികുതി പിരിച്ചത്. ദാരിദ്ര്യത്തിലും ബ്രിട്ടീഷുകാർ നിർബന്ധപൂർവം കർഷകരിൽ നിന്നും നികുതി പിരിച്ചതും എന്തിനു കാരണമായി? ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടാകുന്നതിന് കാരണമായി. അങ്ങനെ ചമ്പാരൻ സത്യാഗ്രഹം അവസാനിക്കുന്നു. ഗാന്ധിജി അത്യാവശ്യം ഇന്ത്യയിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജിക്ക് തന്റെ ജന്മനാട്ടിൽ നിന്നും ഒരു വിളി വരുന്നു, ഇവിടെയൊരു പ്രശ്നമുണ്ട് എന്ന്. ആ പ്രശ്നം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അവന്റെ പേരാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓർക്കുക, അഹമ്മദാബാദ് മിൽ സമരം. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ വിജയം കണ്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നടത്തിയ ആദ്യ സമരം അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം നടന്ന അഹമ്മദാബാദ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുജറാത്തിലാണ്. അപ്പോ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ വിജയം കണ്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ, അതായത് ഗുജറാത്തിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ്? അഹമ്മദാബാദ്
മിൽ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഇതും പല ഉദ്യോഗാർത്ഥികളും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം എത്രയാ? 1918 ആണ്. അഹമ്മദാബാദിലെ മിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദിലെ മിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ അഹമ്മദാബാദ് മിൽ സമരം ആരംഭിക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട 35% വേതന വർധനവ് മുതലാളിമാർ നിരസിച്ചത്. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട 35% വേതന വർധനവ് നിരസിച്ചതാണ് ഒന്നാമത്തെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു 1914 1918 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടമാണ് അല്ലെ. 1914 1918 ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ അഹമ്മദാബാദും അതിന്റെ ചുറ്റുപ്രദേശങ്ങളിലും പ്ലേഗ് എന്ത് ചെയ്തേ? പൊട്ടിപ്പുറപ്പെട്ടു കേട്ടോ. പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി എന്താ സംഭവിച്ചത് വെച്ചാൽ അഹമ്മദാബാദ് നഗരം വിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? എങ്ങോട്ടെങ്കിലും ഒക്കെ പലായനം ചെയ്തു പോയി. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ ആള് തീരും. അതുകൊണ്ട് ഈ അസുഖം വരാതിരിക്കാനായിട്ട് ജനങ്ങളെല്ലാം കൂടെ പല വാക്കിന് എന്ത് ചെയ്തു? ഓടി വലിഞ്ഞു. നമുക്ക് കോവിഡ് വന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോ അവിടുത്തെ മുതലാളിമാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ ആൾക്കാരില്ലെങ്കിൽ, ടെക്നീഷ്യന്മാരില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ തൊഴിലാളികളില്ലെങ്കിൽ പിന്നെ അവിടെ മില്ലുകൾ പ്രവർത്തിക്കോ? ഇങ്ങനെ മില്ലുകൾ പ്രവർത്തിക്കാതെ കടന്നു കഴിഞ്ഞാൽ ഭീമമായ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തൊഴിലാളികളെ പിടിച്ചു നിർത്താനായിട്ട് മുതലാളിമാര് പ്ലേഗ് ബോണസ് എന്ന പേരിൽ 80% അവരുടെ സാലറി എന്ത് ചെയ്തു? അങ്ങ് വർദ്ധിപ്പിച്ചു. ഇതാണ് അവിടെ നടന്നത് കേട്ടോ സത്യത്തില്. അപ്പോ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുക. 1914 1918 നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പക്ഷെ അഹമ്മദാബാദ് നഗരത്തിൽ പെട്ടെന്ന് പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നു. ഇങ്ങനെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ത് ചെയ്തു? ആ നഗരം വിട്ട് തന്നെ പുറത്തു പോകാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ മുതലാളിമാര് അവരുടെ മില്ലുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു എന്താണ്? തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% കൂടി ബോണസ് ആയിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചു. ഇതിന് അവർ വിളിച്ച പേരെന്താണ്? പ്ലേഗ് ബോണസ് എന്നാണ്. എന്നാൽ 1918 കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. ഒന്നാം ലോക മഹായുദ്ധം ഏകദേശം അവസാന ഭാഗത്തിലേക്ക് പോയി. പക്ഷേ ഇന്ത്യ അടക്കമുള്ള പല രാജ്യത്തും ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ടായി. അതുപോലെ തന്നെ പണപ്പെരുപ്പം എന്ന് പറയുന്ന സംഭവം ഉണ്ടായി കേട്ടോ. പണപ്പെരുപ്പം ഉണ്ടായി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയായി. ഈ 1918 ഈ സമയമായപ്പോ പ്ലേഗ് അങ്ങ് തീർന്നല്ലോ. പ്ലേഗ് തീർന്നപ്പോ മുതലാളിമാരെല്ലാം കൂടെ പറഞ്ഞു ഇനി നമുക്ക് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് ഒന്നും തരാൻ പറ്റില്ല. വേണമെങ്കിൽ പഴയ ശമ്പളത്തിൽ ജോലി ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ആ പഴയകാല ശമ്പളത്തിൽ അന്നത്തെ തൊഴിലില്ലായ്മയും അതുപോലെ പണപ്പെരുപ്പവും കാരണം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തൊഴിലാളികൾ ശക്തമായ സമരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെയാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. അഹമ്മദാബാദ് മിൽ ലേബർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അനസൂയ സാരാഭായി. +2 ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് മിൽ ലേബർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അനസൂയ സാരാഭായി ആണ്. പേരെന്താണ്? അനസൂയ സാരാഭായി ആണ്. ഏക് ടെക് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ടാണ് കേട്ടോ. ഏക് ടെക് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ടാണ്. റെയർ പോയിന്റ് ആണ്, ഓർത്തോളണേ. ഏക് ടെക് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ടാണ്. അടുത്തതാണ് ഖേദ സമരം. ഏതാണ് ഖേദ സമരം? കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് 1918 ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സമരമാണ് ഖേദ സമരം എന്നറിയപ്പെടുന്നത്. 1918 ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സമരമാണ് ഖേദ സമരം എന്നറിയപ്പെടുന്നത്. ഇതൊരു കാർഷിക നികുതിക്കെതിരെ നടന്ന സമരമാണ്. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. PSC ചോദിച്ചുള്ള പേര് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ്. ഇനി ഉറപ്പായിട്ടും ഇന്ദുലാൽ യാഗ്നിക്കിനെയും കൂടെ പഠിച്ചോളണം.
അപ്പൊ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാ? ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലും മറ്റൊന്ന് ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തന്റെ വക്കാലത്ത് ഉപേക്ഷിച്ച വ്യക്തിത്വം സർദാർ വല്ലഭായ് പട്ടേൽ. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തന്റെ വക്കാലത്ത് ഉപേക്ഷിച്ച വ്യക്തിത്വമാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സമ്പൂർണമായ നികുതി രഹിത സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഖേദ സമരവുമായി ബന്ധപ്പെട്ടാണ്. സമ്പൂർണമായ നികുതി രഹിത സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായി ബന്ധപ്പെട്ട? അത് ഖേദ സമരവുമായി ബന്ധപ്പെട്ടാണ്. വേറൊന്നുമില്ല, ആ ഖേദയിലെ കാർഷികരിൽ നിന്നും അന്യായമായിട്ട് നികുതി ആര് പിരിച്ചുകൊണ്ടിരുന്നു? ബ്രിട്ടീഷുകാർ പിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ ഗാന്ധിജിയോട് പറഞ്ഞു, ഗാന്ധിജി ജീവിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ബ്രിട്ടീഷുകാർ തോന്നിയ കണക്കാണ് നികുതി പിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്യുന്നത്? ഞങ്ങൾ നികുതി പിരിക്കരുതെന്ന് പറയാനാണ് സമരം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആ നികുതി നിങ്ങൾക്ക് അങ്ങ് കൊടുക്കാതിരുന്നാ പോരെ എന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾ ഇനി മുതൽ നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നില്ല എന്ന് അവിടുത്തെ കർഷകർ ഒന്നിച്ചങ്ങ് തീരുമാനമെടുത്തു. അതിനെയാണ് ഈ പോയിന്റിലൂടെ നമ്മൾ പറഞ്ഞത് സമ്പൂർണമായ നികുതി രഹിത സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഖേദ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഖേദ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയോടൊപ്പം കൈകോർത്ത പ്രാദേശിക നേതാവ് മോഹൻലാൽ പാണ്ഡ്യയാണ്. ഖേദ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയോടൊപ്പം കൈകോർത്ത പ്രാദേശിക നേതാവ് ആരാണ്? മോഹൻലാൽ പാണ്ഡ്യയാണ്. ഇങ്ങനെ കിടിലൻ റിബൽ ആയിട്ടൊരു വ്യക്തിയാണ് കേട്ടോ. ഈ മോഹൻലാൽ പാണ്ഡ്യനെ രസകരമായി വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അതാണ് ഉള്ളിക്കള്ളൻ എന്ന് കേട്ടോ. എന്തെന്നാണ്? ഉള്ളിക്കള്ളൻ എന്നറിയപ്പെട്ടിരുന്നതാണ് കേട്ടോ. ഓർക്കുക, ഖേദ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ഉള്ളിക്കള്ളൻ എന്ന് വിളിച്ചിരുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ പാണ്ഡ്യനെയാണ്. സംഭവം വേറൊന്നുമില്ല, രസകരമായ ഒരു കഥയാണ്, ബോറടിക്കാതിരിക്കാനായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. ഈ ഖേദ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ന് കയറിയിട്ട് അവിടെയുള്ള കൃഷിക്കാരോട് മൊത്തം പറഞ്ഞു, നിങ്ങൾ ഇനി മേലാല് 1 രൂപ പോലും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞു. നികുതി കൊടുക്കാതിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കർഷകരുടെ ഭൂമി മൊത്തവും അങ്ങ് പിടിച്ചെടുത്ത് ഇങ്ങനെ വെച്ച സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി, വെറുതെ ഈ ഭൂമി ഇങ്ങനെ ഇട്ടിരുന്ന 1 രൂപ പോലും അതിനകത്ത് നിന്ന് കിട്ടൂല. കാര്യം കൃഷി ചെയ്യാൻ കർഷകരില്ലല്ലോ, അതുകൊണ്ട് 1 രൂപ പോലും കിട്ടൂല. അതുകൊണ്ട് അവർ വിചാരിച്ചു വെറുതെ കിടക്കുന്ന കൃഷിഭൂമിയിൽ മൊത്തവും ഉള്ളിക്കൃഷി ചെയ്യാമെന്ന്. അങ്ങനെ ഉള്ളിക്കൃഷി ചെയ്യുന്നു ആര്? ബ്രിട്ടീഷുകാര്. അങ്ങനെ ബ്രിട്ടീഷുകാര് ഉള്ളിക്കൃഷി ചെയ്യുന്ന സമയത്ത് ഗാന്ധിജിക്ക് മനസ്സിലായി പണി പാളി. ഇനി അവിടെ ഉള്ളിക്കൃഷി ചെയ്തു കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ അത് വെച്ച് പണമുണ്ടാക്കും, പിന്നെ ഒരിക്കലും ആർക്ക് ലഭിക്കില്ല? കർഷകർക്ക് ആ ഭൂമി തിരിച്ചു ലഭിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ആര് വരുന്നത്? മോഹൻലാൽ പാണ്ഡ്യ വരുന്നത് ഗാന്ധിജിയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഗാന്ധിജി നിങ്ങൾ നിങ്ങളുടെ സമരവുമായിട്ട് പൊക്കോളൂ, ഞാൻ അതിന്റെ സൈഡിൽ കൂടെ വേറൊരു പണി കൊടുത്താളാമെന്ന്. എന്നിട്ട് ഈ മോഹൻലാൽ പാണ്ഡ്യ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നേരെ ചെന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ രാവിലെ നല്ല രീതിക്ക് എന്ത് ചെയ്യും? ഉള്ളിക്കൃഷി ചെയ്തു വെക്കും. മോഹൻലാൽ പാണ്ഡ്യൻ കൂട്ടുകാരോട് ചെന്നിട്ട് രാത്രി അത് പൊഴുതു കളയും. ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന 1 തവണയായി, 2 തവണയായി, 3 തവണയായി ബ്രിട്ടീഷുകാർക്ക് ഭ്രാന്തായി. എത്ര നോക്കിയിട്ടും ആരാണ് ഉള്ളികൾ പിഴുതു കളയുന്നതെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുന്നില്ല. അവസാനം ബ്രിട്ടീഷുകാർ പറയുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭൂമി കൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്ന്. അങ്ങനെ ഗാന്ധിജിയുടെ വാക്കുകൾക്ക് ബ്രിട്ടീഷുകാർ ചെവി കൊടുക്കുകയും അങ്ങനെ ഗാന്ധിജി പറഞ്ഞതിനോട് ബ്രിട്ടീഷുകാർ യോജിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാര് രസകരമായി പറഞ്ഞ വാക്കാണ്, ഗാന്ധിജി നിങ്ങളോടൊപ്പം ഖേദ സമരത്തിൽ ഒരു ഉള്ളിക്കള്ളൻ ഉണ്ടായിരുന്നു, അതാരാണ്? മോഹൻലാൽ പാണ്ഡ്യയാണ്. ഓർക്കുക, ഖേദ സമരം നടക്കുവാനുണ്ടായ സാഹചര്യം വരൾച്ച മൂലമുണ്ടായ കൃഷിനാശവും അതുപോലെ ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി പിരിവുമാണ്. ഖേദ സമരം നടക്കുവാനുണ്ടായ സാഹചര്യം ചോദിച്ചാൽ വരൾച്ച മൂലമുണ്ടായ കൃഷിനാശവും ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി പിരിവുമാണ്. സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും ഗാന്ധിജിക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞതിന് കാരണം, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് പറയുന്ന പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവല് ഉറപ്പായിട്ടും ചോദിക്കും. സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും ഗാന്ധിജിക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞതിന് കാരണം ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നടത്തിയ സമരങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നടത്തിയ സമരങ്ങള്, സാധാരണക്കാരെ പോലുള്ള അദ്ദേഹത്തിന്റെ ജീവിത രീതി, അതായത് വസ്ത്രധാരണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം സാധാരണക്കാരെ പോലെ ആയിരുന്നു. അപ്പൊ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി,
അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി, അതായത് ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സമര രീതിയാണ് ആര് വെച്ചത്? ഗാന്ധിജി വെച്ചത്. അത് കണ്ടപ്പോൾ അത് മറ്റു ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമര രീതി, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി സാധാരണ ജനങ്ങൾ. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി സാധാരണ ജനങ്ങൾ. ഈ പറഞ്ഞ 4 പോയിന്റും പഠിച്ചോളണം. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവല് ചോദിക്കും. അടുത്ത പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം? ഇതും ഡയറക്റ്റ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് കോപ്പി ചെയ്തേക്കുവാണ്. ഇതും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളണം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനം ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറ്റപ്പെട്ടു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ഗാന്ധിജി മാറ്റപ്പെട്ടു. ഈ 4 പോയിന്റും നിങ്ങൾ ഓർത്ത് വെച്ചോളണം. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളണം. ഗാന്ധിജിയുടെ സമരരീതിയിലും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ആര് മാറ്റപ്പെട്ടു? നമ്മുടെ ഗാന്ധിജി മാറ്റപ്പെട്ടു. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഇത്രയുമാണ് നമ്മൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് എന്നുള്ള ഫസ്റ്റ് പാർട്ടിനകത്ത് പറഞ്ഞത്. ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കളാർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കളാർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.